Hi students, today we will discuss task, process and threads. What is task, what is process and what is threads in RTOS, real-time operating system. എന്താണ് ടാസ്ക്, എന്താണ് പ്രോസസ്സ്, എന്താണ് ത്രെഡ്സ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇത് തമ്മിൽ വ്യത്യാസം, എന്തെങ്കിലുമൊക്കെ റിലേഷൻസ് ഉണ്ടോ, ഇനി അത് സെയിം ആണോ എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ ഈ ഒരു മോഡ്യൂളിനകത്ത് നമ്മൾ നോക്കുന്നത്. In an operating system, the task is defined as the program in execution and related information in execution and related information maintained by the operating system for the program. The task എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എക്സിക്യൂട്ട് ചെയ്യുന്ന ആ ഒരു പ്രോഗ്രാമിനാണ് ആക്ച്വലി എന്ന് പറയുന്നത് ടാസ്ക് എന്ന് പറയുന്നത്. ടാസ്ക് ഈസ് ഡിഫൈൻഡ് ആസ് ദി പ്രോഗ്രാം ഇൻ എക്സിക്യൂഷൻ ആൻഡ് റിലേറ്റഡ് ഇൻഫർമേഷൻസ് ഇൻ എക്സിക്യൂഷൻ. ഒരു പ്രോഗ്രാമും ആ പ്രോഗ്രാമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും എക്സിക്യൂഷനിലാണെങ്കിൽ ആ പ്രോഗ്രാമിനെയും റിലേറ്റഡ് ഇൻഫർമേഷൻസിനെയും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്തുള്ള ആ റിലേറ്റഡ് ഇൻഫർമേഷനെയും നമ്മൾ എന്ത് പറയും? ടാസ്ക് എന്ന് പറയും. ടാസ്ക് ഈസ് ഓൾസോ നോൺ ആസ് ജോബ്. ചില സമയത്ത് നമ്മളതിനെ ജോബ് എന്ന് പറയും. ഇപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കോണ്ടെക്സ്റ്റിനകത്ത് നമ്മൾ ജോബ് എന്ന് തന്നെ പറയും. Task is also known as job in the operating system context. A program or part of it in execution is also called process. In process എന്ന് പറയാലോ, a program or part of it in execution is called process. Process എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാമിനെയോ എക്സിക്യൂഷനിലുള്ള ഒരു പ്രോഗ്രാമിനെയോ അല്ലെങ്കിൽ ആ പ്രോഗ്രാമിൻ്റെ ഒരു പാർട്ടിനെയോ നമുക്ക് എന്ത് പറയാം? പ്രോസസ്സ് എന്ന് പറയാം. ഓക്കെ, ദി ടേം ടാസ്ക്, ജോബ് ആൻഡ് പ്രോസസ് refer to the same entity in the operating system context and most often they used interchangeably. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കോണ്ടെക്സ്റ്റിനകത്ത് ഈ സെയിം എൻറ്റിറ്റിയിൽ യൂസ് ചെയ്യുന്ന മൂന്ന് ടേമാണ് ആക്ച്വലി എന്ത്? ടാസ്ക്, പ്രോസസ് ആൻഡ് ജോബ് എന്ന് പറഞ്ഞാൽ. ഇപ്പം ടാസ്കിന് ചില സമയത്ത് നമ്മൾ ജോബ് എന്ന് പറയും. ടാസ്കിന് അതിൻ്റെ ഒരു ചെറിയൊരു വേർഷൻ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം എക്സിക്യൂഷനകത്തുള്ള ഒരു പ്രോഗ്രാമിനെ നമുക്ക് പ്രോസസ്സ് എന്ന് പറയാം. ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. ചില കോണ്ടെക്സ്റ്റിൽ ഈ മൂന്ന് സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്യും. ഒക്കെ റെപ്രസെൻ്റ് ചെയ്യുന്ന ചില സ്ഥലത്ത് ഒന്ന് തന്നെയായിരിക്കും. ചില ഏരിയയിൽ മാത്രം പ്രോസസ്സിനും ടാസ്കിനൊക്കെ ചെറിയ ഡിഫറൻസ് ഉണ്ടാകുന്നുള്ളൂ. എനിവേ, ടാസ്ക് ഇൻ ടേംസ് യൂസ്ഡ് ഇൻ ദി പ്രോസസ് ഇൻ ആർട്ടോസ്. ആർട്ടോസിനകത്ത് നമ്മൾ മെയിനായിട്ട് പറയുന്നത് ടാസ്ക് എന്ന് തന്നെ പറയാം. പ്രോസസ്സിനാണെങ്കിൽ നമ്മൾ ടാസ്ക് എന്ന് തന്നെ പറയാം. ആർട്ടോസ് ഫോർ എംബഡഡ് സിസ്റ്റം. അപ്പം എംബഡഡ് സിസ്റ്റത്തിൻ്റെ ആർട്ടോസിനകത്ത് നമ്മൾ ടാസ്ക് എന്ന് പറഞ്ഞ ടേമാണ് ആക്ച്വലി യൂസ് ചെയ്യുന്നത്. ടാസ്ക് ഇസ് ദ ടേം യൂസ്ഡ് ഫോർ ദി പ്രോസസ്. പ്രോസസ്സിന് പറയുന്ന പേരാണ് ടാസ്ക് എന്ന്. ഇതിനകത്ത് ആർട്ടോസിനകത്ത് എംബഡഡ് സിസ്റ്റം യൂസ് ചെയ്യുന്ന ആർട്ടോസിനകത്ത് നമ്മൾ സാധാരണ പറയുന്നത് ടാസ്ക് എന്ന് തന്നെ പറയുന്നത്. എ ടാസ്ക് ഈസ് സിമിലർ ടു എ പ്രോസസ് ഓർ എ ത്രെഡ് ഇൻ OS. A task is similar to a process or thread in a OS. OSനകത്തുള്ളൊരു ത്രെഡിന് അല്ലെങ്കിൽ പ്രോസസ്സിനെ പോലെ സിമിലർ ആണ് എന്ത്? ടാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, OS uses the term task and some of the term uses the process. OSനകത്ത് ടാസ്ക് എന്ന് യൂസ് ചെയ്യും, പ്രോസസ്സിൽ നിന്നും ചില സമയത്ത് അതിനെ യൂസ് ചെയ്യും. എനിവേ, ടാസ്ക് ആർ എംബഡഡ് പ്രോഗ്രാം കമ്പ്യൂട്ടേഷണൽ യൂണിറ്റ്സ് that runs the CPU under the state control using a task control block. Tasks are processed concurrently. Tasks are embedded program computational unit. Embedded സിസ്റ്റത്തിനകത്തുള്ള embedded program computational unitനാണ് നമ്മൾ എന്താ പറയുന്നത്? ടാസ്ക് എന്ന് പറയുന്നത്. that run on a CPU. അത് റൺ ചെയ്യുന്നത് CPU-നകത്തേക്കായിരിക്കും. under the state control using a task control block. TCB എന്ന് പറയും. TCB യൂസ് ചെയ്തിട്ട് കൺട്രോൾ ചെയ്യുക CPU എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ടാസ്ക് എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ യൂണിറ്റിനെ നമുക്ക് ടാസ്ക് എന്ന് പറയാൻ പറ്റും. The application software consists of a number of tasks. Application software consists of a number of tasks. ഏതൊക്കെയാണ്? A task consists of a sequentially executable program under a state controlled by an OS. അപ്പം എ ടാസ്ക് കൺസിസ്റ്റ് ഓഫ് സീക്വൻഷ്യലി എക്സിക്യൂട്ടബിൾ പ്രോഗ്രാം. സീക്വൻഷ്യലി എക്സിക്യൂട്ടബിൾ പ്രോഗ്രാം എന്ന് പറയുന്നത്
ഫസ്റ്റ് ലൈൻ ആദ്യം എക്സിക്യൂട്ട് ചെയ്യും, ദെൻ സെക്കൻഡ് ലൈൻ, ദെൻ തേർഡ് ലൈൻ, ഫോർത്ത് ലൈൻ, അങ്ങനെ ഓരോ ലൈൻ ബൈ ലൈനായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ സീക്വൻഷ്യൽ എക്സിക്യൂഷൻ എന്ന് പറയാം. ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റ് ഓഫ് സീക്വൻഷ്യലി എക്സിക്യൂട്ടബിൾ പ്രോഗ്രാം അണ്ടർ എ സ്റ്റേറ്റ് കൺട്രോൾ ബൈ എൻ OS കൺട്രോൾ ചെയ്യുന്ന സീക്വൻഷ്യൽ എക്സിക്യൂട്ടബിൾ പ്രോഗ്രാമിനെ നമുക്ക് എന്ത് പറയാം, ടാസ്ക് എന്ന് പറയാൻ പറ്റും. ദ സ്റ്റേറ്റ് ഇൻഫർമേഷൻ ഓഫ് എ ടാസ്ക് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ടാസ്ക് സ്റ്റേറ്റ്, ടാസ്ക് സ്ട്രക്ചർ, objects and resources and task control block. A state information, അതായത് ഏത് സ്റ്റേറ്റാണ് ഇപ്പം കറൻ്റ്ലി ഒരു ടാസ്ക് ഉള്ളത് എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇസ് റെപ്രസെൻറ്റഡ് ബൈ ടാസ്ക് സ്റ്റേറ്റ്. ടാസ്ക് സ്റ്റേറ്റ് ആയിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്, ടാസ്ക് സ്ട്രക്ചർ ആയിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഒബ്ജക്റ്റ് ആൻഡ് റിസോഴ്സസ് ആയിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്, ആൻഡ് ടാസ്ക് കൺട്രോൾ ബ്ലോക്ക് TCB. ഇത്രയും സാധനങ്ങളായിരിക്കും ആക്ച്വലി എന്ത് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ദ സ്റ്റേറ്റ് ഇൻഫർമേഷൻ ഓഫ് എ ടാസ്ക്. അപ്പം ടാസ്കിൻ്റെ അറ്റ് പ്രസൻറ്റ് സ്റ്റേറ്റ് എന്താണെന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് ആക്ച്വലി ഇതൊക്കെ ആയിരിക്കും. ഓക്കെ, ദ സ്റ്റേറ്റ് ആർ ഇൻക്ലൂഡഡ് ഇറ്റ്സ് സ്റ്റാറ്റസ് അറ്റ് എ ഗിവൺ ഇൻസ്റ്റൻസ് ഇൻ ദി സിസ്റ്റം. ഇറ്റ് ക്യാൻ ബി വൺ ഓഫ് ദി ഫോളോയിങ്. ഏതൊക്കെ ഒരു ടാസ്കിന് എന്തൊക്കെ സ്റ്റേറ്റ് ഉണ്ടെന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്. ഒന്ന് ഐഡിൽ സ്റ്റേറ്റ്, റെഡി സ്റ്റേറ്റ്, റണ്ണിങ് സ്റ്റേറ്റ് ആൻഡ് ബ്ലോക്ക്ഡ്, ഡിലീറ്റഡ്. ഇത്രയും സ്റ്റേറ്റ് ഉണ്ടാകും ഒരു ടാസ്കിന്. അപ്പം 5 ഡിഫറെൻറ്റ് സ്റ്റേറ്റ് ഓഫ് എ ടാസ്ക് ഈസ് ഐഡിൽ, റെഡി, റണ്ണിങ്, ബ്ലോക്ക്ഡ് ആൻഡ് ഡിലീറ്റഡ്. ഇനി എന്താണ് ഈ സ്റ്റേറ്റ് എന്ന് നോക്കാം നമുക്ക്. ഐഡിൽ, ക്രിയേറ്റഡ് സ്റ്റേറ്റ്. പ്രസൻ്റ്ലി ഒരു ടാസ്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പറയുന്നത് ഐഡിൽ സ്റ്റേറ്റിലാണ്. ദി ടാസ്ക് ഹാസ് ബീൻ ക്രിയേറ്റഡ് ആൻഡ് മെമ്മറി അലോട്ടഡ് ടു ഇറ്റ് സ്ട്രക്ചർ. ടാസ്ക് എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യാം. ഒരു പ്രോഗ്രാം എക്സിക്യൂഷന് വേണ്ടിയിട്ടുള്ളൊരു പ്രോഗ്രാം നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് മെമ്മറി അലോട്ടഡ് ടു ഇറ്റ് സ്ട്രക്ചർ. ആ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്യാം. ഇറ്റ് ഈസ് നോട്ട് റെഡി ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഷെഡ്യൂൾഡ് ബൈ എ കേർണൽ. അത് റെഡിയല്ല, പ്രോഗ്രാം എക്സിക്യൂഷൻ റെഡിയല്ല. ആൻഡ് കേർണൽ ഈസ് നോട്ട് ഷെഡ്യൂൾഡ് ഫോർ എക്സിക്യൂഷൻ. എക്സിക്യൂഷന് വേണ്ടി കേർണൽ എന്ത് ചെയ്തിട്ടില്ല, ഷെഡ്യൂൾ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ളൊരു പ്രോഗ്രാം സ്റ്റേറ്റിനെയാണ് നമ്മൾ എന്താ പറയുക, അല്ലെങ്കിൽ ടാസ്കിൻ്റെ സ്റ്റേറ്റിനെയാണ് നമ്മൾ എന്താ പറയുക, ഐഡിൽ എന്ന് പറയുക. അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, മെമ്മറി അലോട്ട് ചെയ്തിട്ടുണ്ട്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് റെഡി ടു എക്സിക്യൂട്ട് ഓർ ഇറ്റ് ഈസ് നോട്ട് ഷെഡ്യൂൾഡ് ഫോർ എക്സിക്യൂഷൻ ബൈ ദി കേർണൽ ഓഫ് എ OS. നെക്സ്റ്റ്, ready or active state. The created task is ready and it is scheduled by the kernel but not running at present, as another higher priority task is scheduled to run and has the system resources at this instance. നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാടെ, അതായത് പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, മെമ്മറി അലോട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ എക്സിക്യൂഷന് റെഡിയല്ല, അതായത് ഷെഡ്യൂൾ ചെയ്തിട്ടില്ല. പക്ഷേ ക്രിയേറ്റ് ചെയ്തു, മെമ്മറി അലോക്കേറ്റ് ചെയ്തു, ഷെഡ്യൂൾ ചെയ്തു, പക്ഷേ അതെന്തല്ല, പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല. കാരണം എന്താ, ഇതിനേക്കാളും ഹയർ പ്രയോറിറ്റിയുള്ള പ്രോഗ്രാം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, CPU ഇപ്പം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള സ്റ്റേറ്റിനാണ് നമ്മൾ എന്താ പറയുക, റെഡി. അത് കാരണം ഇനി ഒന്നും നോക്കാനില്ല, CPU റെഡി ആണെങ്കിൽ ഇത് എന്ത് ചെയ്യാൻ പറ്റും, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ റെഡിയായി നിൽക്കുന്ന പ്രോഗ്രാമിനാണ് അല്ലെങ്കിൽ പ്രോസസ്സിനാണ് നമ്മൾ എന്താ പറയുക, റെഡി സ്റ്റേറ്റ് എന്ന് പറയുക. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റിസോഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ റെഡി സ്റ്റേറ്റ് എന്ന് പറയുക. ആ റിസോഴ്സ് കിട്ടി കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യും, അത് എക്സിക്യൂട്ട് ചെയ്യും. നെക്സ്റ്റ് ഇസ് റണ്ണിങ് സ്റ്റേറ്റ്, എക്സിക്യൂട്ടിങ് ദി സർവീസ് കോഡ് ആൻഡ് ഗെറ്റിംഗ് ദി സിസ്റ്റം റിസോഴ്സസ് അറ്റ് ദിസ് ഇൻസ്റ്റൻറ്റ്. CPU എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സിനാണ് നമ്മൾ എന്താ പറയുക, റണ്ണിങ് സ്റ്റേറ്റ് എന്ന് പറയുക. അതിൻ്റെ സ്റ്റേറ്റിനാണ് നമ്മൾ എന്താ പറയുക, റണ്ണിങ് സ്റ്റേറ്റ് എന്ന് പറയുക. ഇറ്റ് വിൽ റൺ ടിൽ ഇറ്റ് നീഡ്സ് സം IPC. ഇൻപുട്ട് റിക്വയർമെൻറ്റ്സ് ഉണ്ടാവുന്നവരെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, റൺ ചെയ്തുകൊണ്ടിരിക്കും. ഓർ സ്റ്റാർട്ട് വെയിറ്റ് ഫോർ ഇവൻറ്റ് ഓർ ടിൽ പ്രീഎംപ്റ്റ്സ് ബൈ ദി അനദർ ഹയർ പ്രയോറിറ്റി ടാസ്ക്. അപ്പോൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനേക്കാൾ ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ള ജോബ് വന്നു കഴിഞ്ഞാൽ ഇത് സ്റ്റോപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അത് എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയും, എക്സിക്യൂട്ട് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പം ഹയസ്റ്റ് പ്രയോറിറ്റി ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു ജോബ് വരുന്നവരെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതിനാണ് റണ്ണിങ് സ്റ്റേറ്റ് എന്ന് പറയുക. നെക്സ്റ്റ് ഈസ് ഫോർത്ത് സ്റ്റേറ്റ്, ദാറ്റ് ഈസ് ബ്ലോക്ക്ഡ് ഓർ വെയിറ്റിംഗ് സ്റ്റേറ്റ്. എക്സിക്യൂഷൻ ഓഫ് സർവീസ് കോഡ് സസ്പെൻഡ് ആഫ്റ്റർ സേവിങ് ദി നീ പാരാമീറ്റേഴ്സ് ഇൻ ടു ദി ഇറ്റ്സ് കോണ്ടെക്സ്റ്റ്. അതായത് ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം ആ പ്രോഗ്രാമിന് ചിലപ്പം
കുറച്ച് റിക്വയർമെൻറ്റ്സ് ഉണ്ടാകും. ഇൻപുട്ടിനകത്തുനിന്ന് വാല്യൂസ് റീഡ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂസിനെ കൺസിഡർ ചെയ്തിട്ട് വേണം നെക്സ്റ്റ് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പം പ്രോഗ്രാം എന്ത് ചെയ്യണം, വെയിറ്റ് സ്റ്റേറ്റിലേക്ക് പോകും. ഇൻപുട്ട് റീഡ് ചെയ്യും. റീഡ് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള സ്റ്റേറ്റിനാണ് നമ്മൾ എന്താ പറയുക, ബ്ലോക്ക്ഡ് ഓർ വെയിറ്റ് സ്റ്റേറ്റ് എന്ന് പറയാം. മനസ്സിലായല്ലേ? ഫോർ എക്സാമ്പിൾ, എ ടാസ്ക് പെൻഡിങ് വൈൽ ഇറ്റ് വെയിറ്റ് ഫോർ എൻ ഇൻപുട്ട് ഫ്രം കീബോർഡ് ഓർ ഫയൽ. ഒരു കീബോർഡിനകത്തുനിന്നോ ഫയലിനകത്തോ എന്തെങ്കിലും റീഡ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം അതെന്ത് ചെയ്തിരിക്കും, കറൻ്റ്ലി അത് ബ്ലോക്ക് ചെയ്തിരിക്കും അല്ലെങ്കിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഏതിനാ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്, ഇൻപുട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. മനസ്സിലായില്ലേ? ഇത് ഷെഡ്യൂളർ ദെൻ പുട്ട്സ് ഇൻ ടു ദി ബ്ലോക്ക് സ്റ്റേറ്റ്. ഷെഡ്യൂളർ എന്ത് ചെയ്യും, അതിനെ ബ്ലോക്ക് സ്റ്റേറ്റിലേക്ക് എന്ത് ചെയ്യും, ഷെഡ്യൂളർ അതിനെ ബ്ലോക്ക് സ്റ്റേറ്റിനകത്തേക്ക് എന്ത് ചെയ്യും, പ്ലേസ് ചെയ്യും. And last one is deleted or finished state. Create a task as memory deallocated to its structure. It frees the memory. Task has to be created. ഒരു ടാസ്ക് റണ്ണിങ് സ്റ്റേറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യും, ഡിലീറ്റ് ചെയ്യും. ഇത് ക്രിയേറ്റഡ് ടാസ്ക് ആസ് മെമ്മറി, ആ സമയത്ത് മെമ്മറി എന്ത് ചെയ്യും, ഡീഅലോക്കേറ്റ് ചെയ്യും. ഇറ്റ് ഫ്രീസ് ദി മെമ്മറി, അതിന് വേണ്ടിയിട്ടുള്ള മെമ്മറി എന്ത് ചെയ്യും, ഡീഅലോക്കേറ്റ് ചെയ്യും. ടാസ്ക് ഹാസ് ടു ബി റീക്രിയേറ്റഡ്. ഓക്കെ, ഇത്രയാണ് അതിൻ്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുക, അതിനാണ് ക്രിയേറ്റഡ് സ്റ്റേറ്റ്. ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ റെഡിയാണ്. റെഡിയായ പ്രോഗ്രാം എന്ത് ചെയ്യും, സി പി യുവിൻ്റെ ടൈം അവൈലബിൾ ആണെങ്കിൽ, ഹയസ്റ്റ് പ്രയോറിറ്റി ജോബൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, റൺ ചെയ്യും. റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഇൻപുട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, ബ്ലോക്ക് സ്റ്റേറ്റിലേക്ക് പോകും. ബ്ലോക്ക് സ്റ്റേറ്റിന് അതെന്ത് ചെയ്യും, ഉടനെ തന്നെ എന്ത് ചെയ്യുന്ന സാധനം, ആ ഇൻപുട്ട് അവൈലബിൾ ആയി കഴിഞ്ഞാൽ അഗൈൻ റണ്ണിങ് സ്റ്റേറ്റിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ റണ്ണിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അഗൈൻ അത് ബ്ലോക്ക് സ്റ്റേറ്റിലേക്ക് പോകും. അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടാസ്ക് ജെ എന്ത് ചെയ്യും, കംപ്ലീറ്റഡ് ആയിരിക്കും. ദെൻ ഡിറ്റാച്ച്ഡ് വിത്ത് കേർണൽ, അതിനകത്ത് ഡിലീറ്റ് ചെയ്യും. അതാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് ആക്ച്വലി എന്ത്, ഒരു ജോബിൻ്റെ, ഒരു പ്രോസസ്സിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേറ്റ് എന്ന് പറയാം. ഒരു ടാസ്കിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേറ്റ് എന്ന് പറയാം. ടാസ്ക് ആൻഡ് ഡാറ്റ. എ ടാസ്ക് ഹാസ് ദി ഫോളോയിങ് ഡാറ്റ സ്പെസിഫിക് ടു എ ടാസ്ക് വിച്ച് സേവ്സ് ദി TCB, ടാസ്ക് കൺട്രോൾ ബ്ലോക്ക് സേവ് ചെയ്യുന്ന സ്പെസിഫിക് ഡാറ്റ ഉണ്ടാവും ഓരോ ടാസ്കിനും. അതെന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഈച്ച് ടാസ്ക് ഹാസ് ആൻ ID with 1 byte and it is called an index of the task. ഓരോ ടാസ്ക്കും ഏത് ടാസ്ക്കാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ID ഉണ്ടായിരിക്കും, യൂണിക് ID ആയിരിക്കും, ഒരു 1 byte ID ആയിരിക്കും. ആ ID യൂസ് ചെയ്തിട്ടാണ് ടാസ്ക് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഈച്ച് ടാസ്ക് മേ ഹാവ് ദി പ്രയോറിറ്റി പാരാമീറ്റർ. അതിനൊരു പ്രയോറിറ്റി പാരാമീറ്റർ ഉണ്ടാവും. ഏത് ഹയസ്റ്റ് പ്രയോറിറ്റി ആണോ, അത് സെക്കൻഡ് പ്രയോറിറ്റി ആണോ, തേർഡ് പ്രയോറിറ്റി ആണോ, അത് ലീസ്റ്റ് പ്രയോറിറ്റി ജോബാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ആ പ്രയോറിറ്റി നമ്പർ യൂസ് ചെയ്തിട്ടായിരിക്കും. ആ പ്രയോറിറ്റി നമ്പർ നോക്കിയിട്ടായിരിക്കും നമ്മൾ ഇപ്പം എക്സിക്യൂട്ട് ചെയ്യണോ പിന്നീട് എക്സിക്യൂട്ട് ചെയ്യണോ, ഇപ്പം എക്സിക്യൂട്ട് ചെയ്യുന്നതിന് നമുക്ക് ഓവർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. ആൻഡ് ഈച്ച് ടാസ്ക് ഹാസ് ഇറ്റ്സ് ഇൻഡിപെൻഡൻറ്റ് വാല്യൂസ്. ഓരോ ടാസ്കിനും എന്തായിരിക്കും, ഇൻഡിപെൻഡൻറ്റ് വാല്യൂസ് ഉണ്ടായിരിക്കും. കോണ്ടെക്സ്റ്റ്. ഈച്ച് ടാസ്ക് ഹാസ് എ കോണ്ടെക്സ്റ്റ് and it is reflects the CPU state just before the OS blocked one task and initiate another task into the running state. അപ്പം ഓരോ ടാസ്കിനും എന്തുണ്ടായിരിക്കും, ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ടായിരിക്കും. ഈച്ച് ടാസ്ക് ഹാസ് എ കോണ്ടെക്സ്റ്റ് ആൻഡ് ദാറ്റ് റിഫ്ലക്ട്സ് ദി CPU സ്റ്റേറ്റ്. അതെന്ത് ചെയ്യും, CPU സ്റ്റേറ്റ് റിഫ്ലക്റ്റ് ചെയ്യും ജസ്റ്റ് ബിഫോർ. എപ്പോഴാണ് അത് റിഫ്ലക്റ്റ് ചെയ്തത്, ജസ്റ്റ് ബിഫോർ ദി OS block one task and initiate another task to be running. ഒരു ടാസ്കിനെ ബ്ലോക്ക് ചെയ്യും, അടുത്ത ടാസ്കിനെ റൺ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആ ടൈമിൽ എന്ത് ചെയ്യും, CPU സ്റ്റാറ്റസ് എന്താണോ, CPUൻ്റെ സ്റ്റേറ്റ് എന്താണെന്ന് റിഫ്ലക്റ്റ് ചെയ്ത സാധനമാണ് ആക്ച്വലി എന്ത്, ഈ ടാസ്ക് കോണ്ടെക്സ്റ്റ് എന്ന് പറയാം. ഓക്കെ, ദി കോണ്ടെക്സ്റ്റ് കണ്ടിന്യൂസ്ലി അപ്ഡേറ്റ് ഡ്യൂറിങ് ദി റണ്ണിങ് ഓഫ് എ ടാസ്ക്. ഓരോ പ്രോഗ്രാമും ഓരോ ജോബും റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് എന്ത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഈ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന സാധനം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കോണ്ടെക്സ്റ്റ് ഈസ് സേവ്ഡ് ബിഫോർ സ്വിച്ചിങ് വൺ ടു അനദർ ടാസ്ക്. കോണ്ടെക്സ്റ്റ് ഈസ് സേവ്ഡ്, കോണ്ടെക്സ്റ്റ് എന്ത് ചെയ്യും, സേവ് ചെയ്യും ബിഫോർ സ്വിച്ചിങ് വൺ
task into another. എന്തൊക്കെയാണ് നോക്കി ടി സി പിക്കകത്ത് എന്തൊക്കെയുള്ളത് നിങ്ങൾക്ക് ടി സി ബി റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണ് ടാസ്ക് ഐ ഡി ടാസ്ക് കോണ്ടെക്സ്റ്റ് ടാസ്ക് കോണ്ടെക്സ്റ്റിനകത്ത് എന്തുണ്ടാകും പി സി പ്രോഗ്രാം കൗണ്ടർ എന്താണെന്നുണ്ടാകും സ്റ്റാക്ക് പോയിൻ്റർ എവിടെയാണെന്നുണ്ടാകും സി പി യു രജിസ്റ്റേഴ്സ് ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നുണ്ടാകും പ്രോസസ്സർ സ്റ്റാറ്റസ് രജിസ്റ്റർ ഉണ്ടാകും പ്രോസസ്സർ സ്റ്റാറ്റസ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പം ഏത് സ്റ്റാറ്റസാണുള്ളത് എന്നുള്ള സാധനങ്ങളൊക്കെ റെപ്രസെൻ്റ് ചെയ്ത് അതിനകത്ത് ടാസ്ക് കോണ്ടെക്സ്റ്റ് എന്ന് പറയാം അതാണ് റെപ്രസെൻ്റ് ചെയ്തത് ഇത് ടാസ്ക് പ്രയോറിറ്റി ഉണ്ടായിരിക്കും ആ പ്രയോറിറ്റി നമ്പർ യൂസ് ചെയ്തിട്ടാണ് ഹയസ്റ്റ് പ്രയോറിറ്റി ആണോ ലോവസ്റ്റ് പ്രയോറിറ്റി ആണോ എന്നൊക്കെയുള്ള തീരുമാനിക്കുന്നത് ടാസ്ക് കോണ്ടെക്സ്റ്റ് ഇനീഷ്യലൈസ് ചെയ്യുന്നത് ഇതിനകത്തായിരിക്കും ടാസ്ക് കോണ്ടെക്സ്റ്റ് ഇനി അതെന്തൊക്കെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് പോയിൻ്റർ ടു സ്റ്റാർട്ടപ്പ് ഫംഗ്ഷൻ ഏത് ഫംഗ്ഷനാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് അതിനകത്തായിരിക്കും എ പോയിൻ്റർ ടു ദി കോണ്ടെക്സ്റ്റ് ഡാറ്റ സ്ട്രക്ചർ എ പോയിൻ്റർ ടു ദി കോണ്ടെക്സ്റ്റ് ഡാറ്റ സ്ട്രക്ചറിലേക്ക് പോയിൻ്റ് ചെയ്യുന്ന സാധനം ഇതായിരിക്കും ഇത് സ്ട്രക്ചർ ഇൻക്ലൂഡ്സ് ദി പ്രോസസ് രജിസ്റ്റേഴ്സ് ആൻഡ് സ്റ്റാറ്റസ് ടോക്കൺ ദി സ്ട്രക്ചർ ഇൻക്ലൂഡ്സ് ദി പ്രോസസ്സർ രജിസ്റ്റേഴ്സ് ആൻഡ് സ്റ്റാറ്റസ് ടോക്കൺ പ്രോസസ്സിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന രജിസ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് റെപ്രസെൻ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനുള്ള ഇൻഫർമേഷൻസ് തരുന്ന സാധനമാണ് ആക്ച്വലി ഇത് പോയിൻ്റർ ടു എ ന്യൂ ടാസ്ക് ഒബ്ജക്റ്റ് വിച്ച് വിൽ റൺ നെക്സ്റ്റ് എ പോയിൻ്റർ ടു എ ന്യൂ ടാസ്ക് ഒബ്ജക്റ്റ് ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് ടാസ്ക് ഏതാണെന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ ഒരു ഇൻഫർമേഷൻസ് ആയിരിക്കും എ പോയിൻ്റർ ടു ദി സ്റ്റാക്ക് ഓഫ് എ പ്രീവിയസ് ടാസ്ക് ഒബ്ജക്റ്റ് എ പോയിൻ്റർ ടു ദി സ്റ്റാക്ക് ഓഫ് എ പ്രീവിയസ് ടാസ്ക് ഒബ്ജക്റ്റ് പ്രീവിയസ് ടാസ്ക് ഒബ്ജക്റ്റിൻ്റെ സ്റ്റാക്ക് ഏതാണെന്ന് റെപ്രസെൻ്റ് ചെയ്യുന്ന ഇൻഫർമേഷൻ ആയിരിക്കും ഇത് അപ്പോൾ ഇത്രയാണ് ആക്ച്വലി ഒരു കോണ്ടെക്സ്റ്റിനകത്ത് ഉണ്ടാകുന്ന സംഭവങ്ങൾ എന്ന് പറയുക കോണ്ടെക്സ്റ്റ് എന്ന് പറയാൻ മനസ്സിലായില്ലേ ഈച്ച് ടാസ്ക് ആസ് എ കോണ്ടെക്സ്റ്റ് ഓരോ ടാസ്കിനും എന്തുണ്ടായിരിക്കും ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ടായിരിക്കും ആൻഡ് ദാറ്റ് റിഫ്ലെക്ട്സ് ദി സി പി യു സ്റ്റേറ്റ് ജസ്റ്റ് ബിഫോർ ദി OS ബ്ലോക്ക് ദി വൺ ടാസ്ക് ആൻഡ് ഇനീഷ്യേറ്റ് ടു അനദർ ടാസ്ക് ഇൻ ടു റണ്ണിങ് അടുത്ത റണ്ണിങ് സ്റ്റാറ്റസിനകത്തേക്ക് ഒരു ടാസ്കിനെ കൊണ്ടുപോകുന്നതിൻ്റെ തൊട്ട് മുമ്പ് വേറൊരു ടാസ്കിനെ നമ്മൾ എന്ത് ചെയ്യണം ബ്ലോക്ക് ചെയ്യണം ആ സമയത്ത് കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞ സാധനം എന്ത് റിഫ്ലക്റ്റ് ചെയ്യും സി പി യുവിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് റിഫ്ലക്റ്റ് ചെയ്യും context switch once the context switch will be saved then only CPU control switch to any other processor or task ഒരിക്കലും once the context switch will be saved then the CPU then only the CPU control switch to any other process to task ഒരിക്കലും നമ്മൾ കോണ്ടെക്സ്റ്റ് സ്വിച്ച് സേവ് ചെയ്ത് കഴിഞ്ഞാൽ സി പി യു ആണ് ആക്ച്വലി പിന്നെ എന്ത് ചെയ്യുന്നത് സ്വിച്ച് ഏത് പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് പ്രോസസ്സ് എന്താണ് എന്നൊക്കെ തീരുമാനിക്കുന്നത് ദി കോണ്ടെക്സ്റ്റ് മസ്റ്റ് റിട്രീവ് ഓൺ ട്രാൻസ്ഫർ ഓഫ് പ്രോഗ്രാം കൺട്രോൾ ടു ദി സി പി യു ബാക്ക് ഓഫ് റണ്ണിങ് ദി സെയിം ടാസ്ക് അഗെയിൻ അപ്പോൾ കോണ്ടെക്സ്റ്റ് സ്വിച്ച് റിട്രീവ് ചെയ്യുന്നത് എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ടാസ്ക് എന്ത് ചെയ്യുമ്പം രണ്ടാമത് റൺ ചെയ്യുന്ന സമയത്താണ് ആക്ച്വലി കോണ്ടെക്സ്റ്റ് സ്വിച്ച് എന്ന് പറഞ്ഞ സാധനം എന്ത് ചെയ്യുന്നത് റിട്രീവ് ചെയ്യുന്നത് ദി കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് ആക്ഷൻ മസ്റ്റ് ഹാപ്പൻ ഈച്ച് ടൈം വെൻ ദി ഷെഡ്യൂളർ ബ്ലോക്സ് വൺ ടാസ്ക് ആൻഡ് റൺസ് അനദർ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടത് അപ്പോൾ കോണ്ടെക്സ്റ്റ് സ്വിച്ച് എന്ന് പറഞ്ഞ സാധനം എപ്പോഴും സ്വിച്ചിങ് എന്ന് പറഞ്ഞ സാധനം കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് നടക്കുന്നത് എപ്പോഴും എന്താണ് ഒരു ടാസ്കിനെ ഷെഡ്യൂളർ ബ്ലോക്ക് ചെയ്യുകയും അടുത്ത ടാസ്കിനെ റൺ ചെയ്യാൻ ട്രൈ ചെയ്യുകയും ചെയ്യുന്ന സമയത്താണ് കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് എന്ന് പറഞ്ഞ സാധനം സംഭവിക്കുന്നത് നെക്സ്റ്റ് ഈസ് പ്രോസസ്സ് പ്രോസസ്സ് ഈസ് എ പ്രോഗ്രാം ഓർ എ പാർട്ട് ഓഫ് ഇറ്റ് ഇൻ എക്സിക്യൂഷൻസ് നേരത്തെ നമ്മൾ പറയുന്നുണ്ട് പ്രോസസ്സ് ജോബ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രോഗ്രാം ഇൻ എക്സിക്യൂഷനാണ് അല്ലെങ്കിൽ അതിൻ്റെ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ ചെയ്യുന്ന പ്രോഗ്രാമിൻ്റെ ഒരു പാർട്ടിനെയാണ് നമ്മൾ എന്താ പറയുന്നത് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സ് ഈസ് ഓൾസോ നോൺ ആസ് ഇൻസ്റ്റൻറ്റ് ഓഫ് പ്രോഗ്രാം ഇൻ എക്സിക്യൂഷൻ ആ പ്രസൻറ്റ് ഇൻസ്റ്റൻറ്റിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോഗ്രാമിനാണ് നമ്മൾ എന്താ പറയുന്നത് പ്രോസസ്സ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസ് ഓഫ് സെയിം പ്രോഗ്രാം can execute simultaneously. Multiple instances of the same program can execute simultaneously. ഒന്ന് കൂടുതൽ ഇൻസ്റ്റൻസ് സെയിം പ്രോഗ്രാമിൻ്റെ ഇൻസ്റ്റൻസ് എന്ത് ചെയ്യും simultaneously എന്ത് ചെയ്യാം എക്സിക്യൂട്ട് ചെയ്യാം. A process require various systems like system resources like CPU or associated variable
IO ഡിവൈസസ്, മെമ്മറി സ്റ്റോറിങ് കോഡ് ഫോർ കറസ്പോണ്ടിങ് പ്രോസസ്. അങ്ങനെ കുറേ റിസോഴ്സസ് വേണം. എന്തിന്? ഒന്നിൽ കൂടുതൽ റിസോഴ്സസ് വേണം ആക്ച്വലി ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞ സാധനം റൺ ചെയ്യാൻ. എ പ്രോസസ് റിക്വയർ വേരിയസ് സിസ്റ്റം റിസോഴ്സസ് ലൈക്ക് CPU ഫോർ എക്സിക്യൂട്ടിങ് ദി പ്രോസസ്. CPU ആണ് ആക്ച്വലി എന്തിന്? റിസോഴ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി, പ്രോസസ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി. മെമ്മറി എന്തിനാണ് ആക്ച്വലി? ഫോർ സ്റ്റോറിങ് ദി കോഡ് കറസ്പോണ്ടിങ് ടു ദി പ്രോസസ് അസോസിയേറ്റഡ് വേരിയബിൾ. പ്രോസസ്സിന് വേണ്ടി അസോസിയേറ്റഡ് ചെയ്തിരിക്കുന്ന എക്സിക്യൂട്ട് ചെയ്യാൻ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന വേരിയബിൾസിനും സ്റ്റോർ ചെയ്യാൻ വേണ്ടി മെമ്മറി വേണം. IO ഡിവൈസസ് ഫോർ ഇൻഫർമേഷൻ എക്സ്ചേഞ്ച്. ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള IO ഡിവൈസസ് വേണം. ഇത്രയും റിസോഴ്സസ് ഉണ്ടെങ്കിൽ മാത്രമേ നോർമലി ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞ സാധനം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റൺ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് എപ്പോഴും ആക്ച്വലി പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രോഗ്രാം ഇൻ എക്സിക്യൂഷനാണ്. അപ്പം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടായിരിക്കണം? CPU-ൻ്റെ ടൈം വേണം, മെമ്മറി വേണം, IO ഡിവൈസസ് വേണം. അതേ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. പ്രോസസ് ഈസ് സീക്വൻഷ്യൽ ഇൻ എക്സിക്യൂഷൻ. ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ സീക്വൻഷ്യൽ ഇൻ എക്സിക്യൂഷൻ. എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമിനാണ് പ്രോസസ്സ് എന്ന് പറയുന്നില്ല നമ്മൾ. അതിനാണ് ഇവിടെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. പ്രോസസ് ആൻഡ് ഇറ്റ് സ്റ്റേറ്റ് ട്രാൻസിഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഇത് പ്രോസസ്സ് എന്ത് ചെയ്യും? ക്രിയേറ്റ് ചെയ്യും. അവിടെ എന്ത് ചെയ്യും? മെമ്മറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. മെമ്മറിയിലേക്ക് അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി മാറി? ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം റെഡിയായി മാറി. എന്നിട്ട് എന്ത് ചെയ്യും? എക്സിക്യൂഷൻ CPU ടൈം കിട്ടിക്കഴിഞ്ഞാൽ അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? റൺ ചെയ്തുകൊണ്ടിരിക്കും. ആ സ്റ്റേറ്റിനാണ് നമ്മൾ റണ്ണിങ് സ്റ്റേറ്റ് എന്ന് പറയുക. റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിനെ ഇൻറ്ററപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ പ്രീഎംപ്റ്റ് ചെയ്യാം. പ്രീഎംപ്റ്റ് ചെയ്യുന്ന തന്നെ ഹയർ പ്രയോറിറ്റി ഡിവൈസിനെ എന്ത് ചെയ്യും? ഡിവൈസ് എന്ത് ചെയ്യും? എക്സിക്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ള ജോബ് വരികയാണെങ്കിൽ CPU അതിനകത്തേക്ക് എന്ത് പോകേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യും? സാധനം റെഡി സ്റ്റേറ്റിലേക്ക് തന്നെ അഗൈൻ പോകും. അതെല്ലാം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ IO ഡിവൈസിനകത്തേക്ക് പോകേണ്ടി വരും. IO ഡിവൈസിനകത്ത് നിന്ന് ഇൻപുട്ട് റീഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നേരെ എന്ത് ചെയ്യും? അത് ബ്ലോക്ക് സ്റ്റേറ്റിലേക്ക് പോകും. അത് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അഗൈൻ എന്ത് ചെയ്യും? റെഡി സ്റ്റേറ്റിലേക്ക് പോകും. ഷെഡ്യൂളർ നെക്സ്റ്റ് ഇതിനെ കൺസിഡർ ചെയ്യുമ്പോൾ മാത്രം അതെന്ത് ചെയ്യും? റണ്ണിങ് സ്റ്റേറ്റിലേക്ക് പോകും. റണ്ണിങ് സ്റ്റേറ്റിനകത്ത് നിന്ന് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകും. അല്ലെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ ഒരു ബ്ലോക്ക് സ്റ്റേറ്റിലേക്ക് പോകും. ഡിലീറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകും. ഇനി അതിനെ ക്രിയേറ്റ് ചെയ്ത സാധനം നമുക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യും. അതാണ് ഇവിടെ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഓരോ സ്റ്റേറ്റ് നമുക്ക് പറയാം. ക്രിയേറ്റഡ് സ്റ്റേറ്റ്. ദി സ്റ്റേറ്റ് അറ്റ് വിച്ച് ദി പ്രോസസ് ഈസ് ബീയിങ് ക്രിയേറ്റഡ് ഈസ് റെഫേർഡ് ആസ് എ ക്രിയേറ്റഡ് സ്റ്റേറ്റ്. അപ്പം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റിനെയാണ് നമ്മൾ പറയുക. പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റിനെയാണ് നമ്മൾ സ്റ്റേറ്റ് ക്രിയേറ്റഡ് എന്ന് പറയാം, ക്രിയേറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയാം. ഇത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം റെക്കഗ്നൈസ്ഡ് അലോക്കേറ്റഡ് ടു എ പ്രോസസ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത പ്രോസസ്സിനെ റെക്കഗ്നൈസ് ചെയ്യും ആൻഡ് അലോക്കേറ്റഡ് ടു എ പെർട്ടിക്കുലർ മെമ്മറി. മെമ്മറിയിലേക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അലോക്കേറ്റ് ചെയ്യും. നെക്സ്റ്റ്, റെഡി സ്റ്റേറ്റ്. ദി സ്റ്റേറ്റ് where the process is incepted into memory and awaiting the processor time for execution is known as ready state. അതായത് ഒരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്ത സാധനത്തിന് മെമ്മറി അലോക്കേറ്റ് ചെയ്യുക, ഷെഡ്യൂൾ ചെയ്യുക ആൻഡ് ഇറ്റ് ഈസ് വെയിറ്റിംഗ് ഫോർ CPU ഫോർ എക്സിക്യൂഷൻസ്. അപ്പം CPU-ന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെമ്മറി അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന, ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന പ്രോഗ്രാമിനാണ് നമ്മൾ എന്താ പറയുക? റെഡി സ്റ്റേറ്റ് എന്ന് പറയുക. അറ്റ് ദിസ് സ്റ്റേറ്റ് പ്രോസസ്സ് ഈസ് പ്ലേസ്ഡ് ഇൻ എ റെഡി ലിസ്റ്റ് ക്യൂ മെയിൻറ്റെയിൻ ബൈ ദ OS. അപ്പോൾ OS എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ടാവും? റെഡി ലിസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ടാവും? മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും. ഏതൊക്കെ പ്രോഗ്രാമാണ് അറ്റ് പ്രസൻറ്റ് റെഡി ആയി നിൽക്കുന്നത്, നെക്സ്റ്റ് ഏതാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, ഇതൊക്കെ തീരുമാനിക്കുന്ന ഒരു ലിസ്റ്റ് ഉണ്ടാവും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? റെഡി ലിസ്റ്റ് എന്ന് പറയാം. നെക്സ്റ്റ് ഇസ് റണ്ണിങ് സ്റ്റേറ്റ്. ദി സ്റ്റേറ്റ് വേർ ദി സോഴ്സ് കോഡ് ഇൻസ്ട്രക്ഷൻസ് കറസ്പോണ്ടിങ് ടു ദി പ്രോസസ് ഈസ് ബീങ് എക്സിക്യൂട്ടഡ് ഈസ് കോൾഡ് റണ്ണിങ് സ്റ്റേറ്റ്. ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ റണ്ണിങ് സ്റ്റേറ്റ് എന്ന് പറയും. വേർ ദി സോഴ്സ് കോഡ്, അതിൻ്റെ സോഴ്സ് കോഡ് എന്ന് പറഞ്ഞ സാധനം, പ്രോഗ്രാമിൻ്റെ കോഡ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും?
അതിൻ്റെ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ സാധനം കറസ്പോണ്ടിങ് ടു ദി പ്രോസസ് ഈസ് ബീയിങ് എക്സിക്യൂട്ടഡ്. അത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. ആ പ്രോസസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അതിനാണ് നമ്മൾ റണ്ണിങ് സ്റ്റേറ്റ് എന്ന് പറയുക. റണ്ണിങ് സ്റ്റേറ്റ് ഈസ് ദി സ്റ്റേറ്റ് അറ്റ് വിച്ച് ദി പ്രോസസ് എക്സിക്യൂഷൻ ഹാപ്പൻസ്. അപ്പോൾ പ്രോസസ് എക്സിക്യൂഷൻ നടക്കുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ റണ്ണിങ് സ്റ്റേറ്റ് എന്ന് പറയുക. നെക്സ്റ്റ് ഈസ് ബ്ലോക്ക്ഡ് സ്റ്റേറ്റ്. ദി സ്റ്റേറ്റ് വേർ റണ്ണിങ് പ്രോസസ് ടെമ്പറലി സസ്പെൻഡഡ്. ടെമ്പററി ആയിട്ട് സസ്പെൻഡ് ചെയ്തിരിക്കുക. റണ്ണിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സിനെ ടെമ്പററി ആയിട്ട് സസ്പെൻഡ് ചെയ്തിരിക്കുക ഫ്രം എക്സിക്യൂഷൻ. ഏതിനകത്തുനിന്നാണ് സസ്പെൻഡ് ചെയ്യുന്നത്, എക്സിക്യൂഷനകത്തുനിന്ന് തടസ്സപ്പെടുത്തി നിൽക്കുക, തൽക്കാലത്തേക്ക് സസ്പെൻഡ് ചെയ്യുക. ആൻഡ് ഡസ് നോട്ട് ഹാവ് ഇനീഷ്യേറ്റഡ് ആക്സസ് ടു റിസോഴ്സ്. ഡസ് നോട്ട് ഹാവ് ഇമ്മീഡിയറ്റ് ആക്സസ് ടു റിസോഴ്സ്. പെട്ടെന്ന് തന്നെ അതിനെന്ത് ചെയ്യാൻ പറ്റില്ല, ഇമ്മീഡിയറ്റ് ആക്സസ് കിട്ടൂല, ഇതിന് റിസോഴ്സിനൊക്കെ ആക്സസ് ചെയ്യാൻ കിട്ടില്ല. ഇത് ബ്ലോക്ക് സ്റ്റേറ്റ് മൈറ്റ് ബി invoked by various conditions like process enters a wait state or even to another waiting getting shared resources. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു പ്രോസസ്സ് വെയിറ്റ് സ്റ്റേറ്റിലേക്ക് പോകുന്നത് എങ്ങനെയാണ്, ബ്ലോക്ക് സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ വെയിറ്റ് സ്റ്റേറ്റിലേക്ക് പോകുന്നത് എങ്ങനെയാണ്, അത് ഒന്നിക്കുക ഇൻപുട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹയസ്റ്റ് പ്രയോറിറ്റി ഡിവൈസ് എന്ത് ചെയ്യുക, ഡിവൈസ് അതിനെ ഇൻറ്ററപ്റ്റ് ചെയ്യുക. അതാണ് ആക്ച്വലി സംഭവിക്കുന്നത്. നെക്സ്റ്റ് ഈസ് കംപ്ലീറ്റ് സ്റ്റേറ്റ്. എ സ്റ്റേറ്റ് വേർ പ്രോസസ് കംപ്ലീറ്റ് എക്സിക്യൂഷൻ ഈസ് നോൺ ആസ് കംപ്ലീറ്റഡ് സ്റ്റേറ്റ്. ഇതൊന്നും ആലോചിക്കാനൊന്നുമില്ല. ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കംപ്ലീറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയും, അത്ര തന്നെ ഉള്ളൂ. ഇനി സ്റ്റേറ്റ് ട്രാൻസിഷൻ. ദ ട്രാൻസിഷൻ ഓഫ് പ്രോസസ് ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ ഈസ് നോൺ ആസ് സ്റ്റേറ്റ് ട്രാൻസിഷൻ. ഒരു ട്രാൻസിഷനകത്ത് നിന്ന് പ്രോസസ്സ് വേറെ ട്രാൻസിഷനാണ്. ഫോർ എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്തതിനകത്ത് നിന്ന് റെഡി ആവുക, റെഡി ആയതിനകത്ത് നിന്ന് റൺ ചെയ്യുക. അപ്പോൾ ഈ സ്വിച്ചിങ്ങിനാണ് ആക്ച്വലി എന്ത് ചെയ്യുക, state transition area. When a process changes its state from ready to running or from running to blocked or terminated or from blocked to running, the CPU allocation for the may also change. CPU allocation എന്തുകൊണ്ടിരിക്കും, പ്രോസസ്സിന് വേണ്ടിയിട്ട് allocation എന്തുകൊണ്ടിരിക്കും, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഈ പ്രോസസ് മാനേജ്മെൻറ്റ്. പ്രോസസ് മാനേജ്മെൻറ്റ് ഡീൽസ് വിത്ത് the creation of process, setting up the memory space for the process, loading the process code into memory space, allocating the system resources, setting the process control block PCB for the process and process termination or deletion. ഇത്രയും പരിപാടികൾക്കാണ് നമ്മൾ എന്താ പറയുന്നത്, പ്രോസസ് മാനേജ്മെൻറ്റ് എന്ന് പറയുക. എന്തൊക്കെയാണ് പ്രോസസ് മാനേജ്മെൻറ്റ് എന്ന് പറയുക, പ്രോസസ് ക്രിയേറ്റ് ചെയ്യുക. പ്രോസസ് മാനേജ്മെൻറ്റ് ഡീൽസ് വിത്ത് ക്രിയേഷൻ ഓഫ് പ്രോസസ്. അപ്പം പ്രോസസ് ക്രിയേറ്റ് ചെയ്യുക, സെറ്റിംഗ് അപ്പ് ദി മെമ്മറി സ്പേസ് ഫോർ പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള മെമ്മറി സ്പേസ് എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. ലോഡിങ് ദി പ്രോസസ് കോഡ് ഇൻ ടു മെമ്മറി. എന്നിട്ടോ മെമ്മറി സ്പേസ് ക്രിയേറ്റ് ചെയ്താൽ മാത്രം പറയാം, അല്ലെ അലോക്കേറ്റ് ചെയ്താൽ മാത്രം പറയാം. അതെന്ത് ചെയ്യുക, മെമ്മറിയിലേക്ക് ഈ കോഡ് എന്ത് ചെയ്യുക, മെമ്മറിയിലേക്ക് അലോക്കേറ്റ് ചെയ്യുക, മെമ്മറി സ്പേസിലേക്ക് ലോഡ് ചെയ്യുക. അലോക്കേറ്റിംഗ് ദി റിസോഴ്സസ്. ഈ പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള ഹൈയോ ഡിവൈസസ് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ റിസോഴ്സസ് എന്ത് ചെയ്യുക, അലോക്കേറ്റ് ചെയ്യുക. സെറ്റിംഗ് ഓഫ് എ പ്രോസസ് കൺട്രോൾ ബ്ലോക്ക്. PCB എന്ന് പറഞ്ഞ സാധനം സെറ്റ് ചെയ്യുക. പ്രോസസ് കൺട്രോൾ ബ്ലോക്ക് എന്ന് പറഞ്ഞ സാധനം സെറ്റ് ചെയ്യുക ഫോർ ദി പ്രോസസ് ആൻഡ് ടെർമിനേഷൻ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ടെർമിനേഷനും ഡിലീഷനൊക്കെ ചെയ്യുക. ഇതിനൊക്കെയാണ് നമ്മൾ എന്താ പറയുക, ഈ പരിപാടികൾക്കൊക്കെയാണ് നമ്മൾ പ്രോസസ് മാനേജ്മെൻറ്റ് എന്ന് പറയുക. ഓക്കെ. Next, threads. A thread is the primitive that can execute code. A thread എന്ന് പറയുന്ന സാധനം പ്രിമിറ്റീവ് ആണ്, that can execute code. കോഡ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു പ്രിമിറ്റീവിനാണ് ആക്ച്വലി എന്ന് പറയുന്നത് ത്രെഡ് എന്ന് പറയുന്നത്. A thread is a single sequential flow of control within a process. ഒരു പ്രോസസ്സിനകത്തുള്ള സിംഗിൾ സീക്വൻഷ്യൽ ഫ്ലോ ഓഫ് കൺട്രോളിനാണ്. അതായത് ഒരു പ്രോസസ്സിനകത്ത് ഒരുപാട് ത്രെഡ്സ് ഉണ്ടാകും. ഒരു ത്രെഡ് എന്ന് പറയുന്ന സാധനം ആക്ച്വലി ഒരു സിംപ്ലസ്റ്റ് സീക്വൻഷ്യൽ ഫ്ലോ ഓഫ് കൺട്രോളാണ്. ആക്ച്വലി ഒരു പ്രോസസ്സിനകത്ത് ഒരുപാട് ത്രെഡ്സ് ഉണ്ടാകാം. ആ ത്രെഡ് എന്ന് പറയുന്ന സാധനം ആക്ച്വലി ഒരു സിംപ്ലസ്റ്റ് സീക്വൻഷ്യൽ ഫ്ലോ ഓഫ് എക്സിക്യൂഷനാണ്. അപ്പം അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല ഒരു ത്രെഡ് എന്ന് പറഞ്ഞാൽ. ത്രെഡ് ഈസ് ഓൾസോ നോൺ ആസ് എ ലൈറ്റ് വെയ്റ്റ് പ്രോസസ്സ്. ഇപ്പം പ്രോസസ്സിനകത്തുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ഓഫ് ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ത്രെഡ് എന്ന് പറയുന്നത്. എ പ്രോസസ്സർ ക്യാൻ ഹാവ് മെനി ത്രെഡ്സ് ഓഫ് എക്സിക്യൂഷൻ. ഡിഫറെൻറ്റ് ത്രെഡ്സ് വിച്ച് ആർ പാർട്ട് ഓഫ് ദി പ്രോസസ് ഷെയർ ദി സെയിം റിസോഴ്സസ്
അതായത് ഒന്നിൽ കൂടുതൽ ത്രെഡ്സ് വേണമെങ്കിൽ സൈമിൾട്ടേനിയസ്ലി റൺ ചെയ്യാം, അല്ലെങ്കിൽ സീക്വൻഷ്യലി റൺ ചെയ്യാം. ഓരോ ത്രെഡ്സിനും എന്ത് ചെയ്യാൻ പറ്റും, സെയിം റിസോഴ്സസ് തന്നെ സെയിം അഡ്രസ് സ്പേസ് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് അഡ്രസ് സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളത് തന്നെയാണ് നമ്മൾ ത്രെഡ്സ് എന്ന് പറയുന്നത്. ഇത് മെമ്മറി മോഡൽ ഫോർ എ പ്രോസസ് ആൻഡ് ഇറ്റ്സ് അസോസിയേറ്റഡ് ത്രെഡ്സ് ആർ ഗിവൻ. അപ്പോൾ ആക്ച്വലി നമ്മൾ ത്രെഡ്സും ഇതും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. എ ത്രെഡ് ഇസ് എ സിംഗിൾ യൂണിറ്റ് ഓഫ് എക്സിക്യൂഷൻ ആൻഡ് ഇസ് എ പാർട്ട് ഓഫ് പ്രോസസ്. ത്രെഡ് തന്നെ ഒരു നോർമലി ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ പ്രോഗ്രാം ആയിരിക്കും. ഇത് അതിനകത്ത് ഒരു സിംഗിൾ സെറ്റ് ഓഫ് സീക്വൻഷ്യൽ പ്രോഗ്രാമിനെയാണ് നമ്മൾ എന്താ പറയുക, ത്രെഡ് എന്ന് പറയുന്നത്. എ ത്രെഡ് ഇസ് എ സിംഗിൾ യൂണിറ്റ് ഓഫ് എക്സിക്യൂഷൻ ആൻഡ് ഈസ് പാർട്ട് ഓഫ് പ്രോസസ്. എ പ്രോസസ് ഇസ് എ പ്രോഗ്രാം ഇൻ എക്സിക്യൂഷൻ ആൻഡ് കണ്ടെയ്ൻസ് വൺ മോർ ത്രെഡ്സ്. ഒന്ന് കൂടുതൽ ത്രെഡ്സ് ഇൻക്ലൂഡ് ചെയ്ത സാധനത്തിനാണ് ആക്ച്വലി നമ്മൾ എന്താ പറയുക, പ്രോസസ്സ് എന്ന് പറയാം. ഒരു പ്രോസസ്സിനകത്ത് ഒന്നിൽ കൂടുതൽ എന്തുണ്ടാകും, ത്രെഡ്സ് ഉണ്ടാകും. എ ത്രെഡ് ഡസ് നോട്ട് ഹാവ് ഇറ്റ്സ് ഓൺ ഡാറ്റ മെമ്മറി ആൻഡ് ഹീപ്പ് മെമ്മറി ആൻഡ് ഷെയർ ദി ഡാറ്റ മെമ്മറി ആൻഡ് ഹീപ്പ് മെമ്മറി വിത്ത് അതർ ത്രെഡ്സ് ഓഫ് ദി സെയിം പ്രോസസ്സ്. അതായത് ഒരു ത്രെഡിന് എന്തുണ്ടാവില്ല, ഒരു ത്രെഡിന് അതിൻ്റെതായ സ്വന്തമായിട്ട് എന്തുണ്ടാവില്ല. ഒരു ത്രെഡിന് വേണ്ടി മാത്രം നമ്മൾ എന്ത് ചെയ്യില്ല, ഒരു ഡാറ്റ മെമ്മറി ഉണ്ടാവില്ല, കോഡ് മെമ്മറി ഉണ്ടാവില്ല. നോർമലി ഒരു പ്രോസസ്സിനകത്ത് ഒന്നിൽ കൂടുതൽ ത്രെഡ് എന്ന് പറഞ്ഞിട്ടില്ല, ആ ത്രെഡൊക്കെ കൂടെ ഒരു മെമ്മറി സ്പേസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ബട്ട് പ്രോസസ്സിൻ്റെ കേസിലാണെങ്കിലോ, പ്രോസസ്സർ ഹാസ് ഇറ്റ്സ് ഓൺ കോഡ് മെമ്മറി, ഡാറ്റ മെമ്മറി, സ്റ്റാക്ക് മെമ്മറി. ഇതിനൊക്കെ സെപ്പറേറ്റ് സാധനങ്ങൾ ഏതിന് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടാകും, പ്രോസസ്സിന് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ത്രെഡിനകത്ത് ഒന്നിൽ കൂടുതൽ ത്രെഡിന് ഒരേ മെമ്മറി സ്പേസ് തന്നെയായിരിക്കും എന്ത് ചെയ്യുക, അലോക്കേറ്റ് ചെയ്യുക. ഒരു ത്രെഡിന് വേണ്ടിയിട്ട് ഒരു മെമ്മറി സ്പേസ് അലോക്കേറ്റ് ചെയ്യില്ല, ഒരു ത്രെഡിന് വേണ്ടിയിട്ട് ഒരു കോഡ് സ്പേസ് നമ്മൾ അലോക്കേറ്റ് ചെയ്യില്ല, ഡാറ്റ സ്പേസ് അലോക്കേറ്റ് ചെയ്യില്ല, സ്റ്റാക്ക് സ്പേസ് അലോക്കേറ്റ് ചെയ്യില്ല. ഓക്കെ, ത്രെഡ് കനോട്ട് ലീവ് ഇൻഡിപെൻഡൻ്റ്ലി, ഇറ്റ് ലീവ്സ് വിതിൻ ദി പ്രോസസ്. ഒരു ത്രെഡിന് സ്വന്തമായിട്ട് എന്ത് ചെയ്യില്ല, എക്സിസ്റ്റൻസ് ഇല്ല, അത് ഒരു പ്രോസസ്സിനകത്തായിരിക്കും എപ്പോഴും ഉണ്ടാകും. എ പ്രോസസ്സർ contain at least one thread. There can be multiple threads in a process. The first thread is and main thread in array holds the main function of the function and occupies the start. അതാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്, പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ മെയിൻ ത്രെഡ് എന്ന് പറയുന്ന സാധനമായിരിക്കും. ത്രെഡ്സ് വിതിൻ നമ്മൾ സി പ്രോഗ്രാമിനകത്ത് കണ്ടിട്ടില്ലെങ്കിൽ, സി പ്രോഗ്രാമിനകത്ത് ഒന്നിൽ കൂടുതൽ ഫങ്ഷൻസ് നമുക്ക് റൈറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിനകത്ത് ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്തായിരിക്കും, മെയിൻ പ്രോഗ്രാം ആയിരിക്കും. അപ്പം ഈ ഫങ്ഷൻസിനെ നമുക്ക് ത്രെഡ് പോലെ കാണാൻ പറ്റും. ആ എൻറ്റയർ ഫങ്ഷൻസും കൂടെയുള്ള പ്രോഗ്രാമിനെ നമുക്ക് ഒരു പ്രോസസ്സായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. എ ത്രെഡ്സ് വിതിൻ എ പ്രോസസ് ഷെയർസ് കോഡ്, ഡാറ്റ, ഹീപ്പ് മെമ്മറി. ഈച്ച് ത്രെഡ് ഹോൾഡ്സ് സെപ്പറേറ്റ് മെമ്മറി ഏരിയ ഫോർ സ്റ്റാക്ക്. ത്രെഡ്സ് ആർ വെരി inexpensive to create. Threads are very inexpensive. Thread create ചെയ്താൽ വലിയ എക്സ്പെൻസീവ് അല്ല. Process are very expensive to create, involve many hours overhead. Context switched inexpensive and fast. Context switch എന്ന് പറഞ്ഞാൽ ഇൻഎക്സ്പെൻസീവ് ആണ് ഏതിൻ്റെ കേസിൽ, ത്രെഡിൻ്റെ കേസിൽ. ബട്ട് കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് ഈസ് കോംപ്ലക്സ് ആൻഡ് ഇൻവോൾവ് ലോട്ട് ഓഫ് hours overhead and comparatively slower. If the thread expires, the stack is reclaimed by the process. If the process dies, the resources എല്ലാം എന്ത് ചെയ്യാം, റീക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ആക്ച്വലി ഇതിൻ്റെ ഡിഫറൻസ്. ത്രെഡും പ്രോസസ്സും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് റൈറ്റ് ചെയ്താൽ മതി. Next is multiprocessing and multitasking. What are the difference between multiprocessing and multitasking? Multiprocessing describes the ability to execute multiple processes simultaneously. ഒന്നിൽ കൂടുതൽ പ്രോസസ്സ് എന്താ നമ്മൾ പഠിച്ചു, ഒന്നിൽ കൂടുതൽ പ്രോസസ്സ് സൈമൾട്ടേനിയസ്ലി എക്സിക്യൂട്ട് ചെയ്യാനുള്ള എബിലിറ്റിയാണ് നമ്മൾ എന്താ പറയുക, മൾട്ടി പ്രോസസ്സിംഗ് എന്ന് പറയുക. സിസ്റ്റം വിച്ച് ആർ കേപ്പബിൾ ഓഫ് പെർഫോമിംഗ് മൾട്ടി പ്രോസസ്സിംഗ്
are known as multiprocessor system. A multiprocessor system എന്ന് പറഞ്ഞാൽ ഒന്ന് കൂടുതൽ അല്ലെങ്കിൽ മൾട്ടി പ്രോസസ്സിങ് കേപ്പബിലിറ്റി ഉള്ള അല്ലെങ്കിൽ മൾട്ടി പ്രോസസ്സിങ് പെർഫോം ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉള്ള സിസ്റ്റത്തിനാണ് ആക്ച്വലി എന്ത് പറയുന്നത് മൾട്ടി പ്രോസസ്സർ സിസ്റ്റം എന്ന് പറയുന്നത്. മൾട്ടി പ്രോസസ്സർ സിസ്റ്റം പ്രോസസ് മൾട്ടിപ്പിൾ CPU ടു എക്സിക്യൂട്ട് മൾട്ടിപ്പിൾ പ്രോസസ് സൈമൾട്ടേനിയസ്ലി. ഒന്ന് കൂടുതൽ പ്രോസസ്സ് സൈമൾട്ടേനിയസ്ലി എക്സിക്യൂട്ട് ചെയ്യാൻ മൾട്ടിപ്പിൾ പ്രോസസ്സർ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ CPU ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് മൾട്ടി പ്രോസസ്സിങ് എന്ന സാധനം പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. മൾട്ടി പ്രോഗ്രാമിംഗ് മൾട്ടി പ്രോസസ്സിങ് തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അതെന്താ നോക്കാം നമുക്ക്. ദ എബിലിറ്റി ഓഫ് എ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ടു ഹാവ് മൾട്ടിപ്പിൾ പ്രോഗ്രാം ഇൻ മെമ്മറി വിച്ച് ആർ റെഡി ഫോർ എക്സിക്യൂഷൻ ഇസ് റെഫർ ടു മൾട്ടി പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എൻ എബിലിറ്റി ഓഫ് എൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ആക്ച്വലി അത് സിസ്റ്റത്തിൻ്റെ അല്ല, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ എബിലിറ്റിയാണ്. എബിലിറ്റി of an OS, the ability of an operating system to have multiple programs in memory. മെമ്മറിയിലുള്ള മൾട്ടിപ്പിൾ പ്രോഗ്രാംസ് ഉണ്ടായിരിക്കും which are ready for executions. അത് എക്സിക്യൂഷന് റെഡി ആവുകയും ചെയ്യാം. is referred to as multiple programming. In uniprocessor system, it is not possible to execute multiple process simultaneously. Multiple process simultaneously execute ചെയ്യാൻ എന്ത് പറ്റില്ല, യൂണിപ്രോസസ്സറിന് പറ്റില്ല. ഒരു സിംഗിൾ പ്രോസസ്സർ യൂസ് ചെയ്തിട്ട് പോസിബിൾ അല്ല. ബട്ട് ഇറ്റ് ഈസ് പോസിബിൾ ടു അച്ചീവ് സം ഡിഗ്രി ഓഫ് സ്യൂഡോ പാരലലിസം ഇൻ എക്സിക്യൂഷൻ ഓഫ് മൾട്ടി processes by switching the execution among different process. മൾട്ടി പ്രോസസ്സർ സിംഗിൾ പ്രോസസ്സർ യൂസ് ചെയ്തിട്ട് സൈമൾട്ടേനിയസ്ലി അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സൈമൾട്ടേനിയസ്ലി നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ സൈമൾട്ടേനിയസ്ലി എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഫീലിങ്സ് ഉണ്ടാക്കാൻ പറ്റും. അതെങ്ങനെ ചെയ്യാൻ വെച്ചാൽ ഒരു പ്രോസസ്സ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യും, എന്നിട്ട് അത് ഇതിനകത്ത് സെക്കൻഡിലേക്ക് സ്വിച്ച് ചെയ്യും. അങ്ങനെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കൊരു ഫീലിങ്സ് ഉണ്ടായിരിക്കും ഇതെല്ലാം സൈമൾട്ടേനിയസ്ലി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്, എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിവേ ഒരു സിംഗിൾ പ്രോസസ്സറിന് അറ്റ് പ്രസൻറ്റ് ഒരു ടാസ്ക് മാത്രമേ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്ത് പറ്റില്ല, ഒന്നിൽ കൂടുതൽ ടാസ്ക് സൈമൾട്ടേനിയസ്ലി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് മൾട്ടി പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. സോ മൾട്ടി പ്രോഗ്രാമിംഗ് ഈസ് എൻ എബിലിറ്റി ഓഫ് എൻ OS ടു ഹാവ് മൾട്ടിപ്പിൾ പ്രോഗ്രാംസ് ഇൻ മെമ്മറി വിച്ച് ആർ റെഡി ഫോർ എക്സിക്യൂഷൻ ഈസ് റെഫർഡ് ടു as മൾട്ടി പ്രോഗ്രാമിംഗ്. ഓക്കെ, അതിനകത്തൊന്നും കൂടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നത് ഇൻ എ യൂണിപ്രോസസ്സർ സിസ്റ്റം ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു എക്സിക്യൂട്ട് മൾട്ടിപ്പിൾ പ്രോസസ് സൈമൾട്ടേനിയസ്ലി. ഈ മൾട്ടി ടാസ്കിങ് എന്താ അറിയാൻ പറ്റും. ദി എബിലിറ്റി ഓഫ് എൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ടു ഹോൾഡ് മൾട്ടിപ്പിൾ പ്രോസസ് ഇൻ മെമ്മറി ആൻഡ് സ്വിച്ച് ദിസ് പ്രോസസ്സർ from executing one process to another known as multitasking. അപ്പോൾ ഒരു മൾട്ടിടാസ്കിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ എബിലിറ്റി ഓഫ് എൻ OS ടു ഹോൾഡ് മൾട്ടിപ്പിൾ പ്രോസസ് ഇൻ മെമ്മറി. മൾട്ടിപ്പിൾ പ്രോസസ്സ് എന്തുണ്ടായിരിക്കുക, മെമ്മറിയിൽ ഉണ്ടായിരിക്കുക. ആൻഡ് സ്വിച്ച് ദി CPU ഫ്രം എക്സിക്യൂട്ടിങ് വൺ പ്രോസസ് ടു അനദർ. ഒരു പ്രോസസ്സിനകത്ത് വേറൊരു പ്രോസസ്സിനകത്തേക്ക് സ്വിച്ച് ചെയ്യുക. റെഡി ആയിട്ടുള്ള പ്രോസസ്സിനകത്ത് വേറൊരു പ്രോസസ്സിനകത്തേക്ക് CPU എക്സിക്യൂട്ട് ചെയ്യുന്നത് സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു OSനെയാണ് നമുക്ക് എന്താ പറയുക മൾട്ടി ടാസ്കിങ് OS എന്ന് പറയാം. ഇറ്റ് ക്രിയേറ്റ്സ് ദി ഇല്യൂഷൻ ഓഫ് മൾട്ടിപ്പിൾ ടാസ്ക് എക്സിക്യൂട്ടിംഗ് ഇൻ പാരലൽ ആൻഡ് ഇൻവോൾവ് സ്വിച്ചിങ് ഓഫ് CPU ഫ്രം എക്സിക്യൂട്ടിംഗ് വൺ ടാസ്ക് ടു അനദർ. അപ്പം അതൊരു ഇല്യൂഷൻ ഉണ്ടാക്കൽ മാത്രമേ പറ്റുള്ളൂ. ആക്ച്വലി എന്ത് ചെയ്യുന്നില്ല, മൾട്ടിപ്പിൾ പ്രോസസ്സ് സൈമൾട്ടേനിയസ്ലി എന്ത് ചെയ്യില്ല, റൺ ചെയ്യുന്നില്ല. അറ്റ് എ ടൈമിൽ ഒരു സിംഗിൾ പ്രോസസ്സ് മാത്രമേ എപ്പോഴും എന്ത് ചെയ്യുന്നുള്ളൂ, റൺ ചെയ്യുന്നുള്ളൂ. പക്ഷേ OS എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഓരോ പ്രോസസ്സ് സൈമൾട്ടേനിയസ്ലി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സൈമൾട്ടേനിയസ്ലി അല്ല, ഒരു പ്രോസസ്സ് ആദ്യം ചെയ്യും, എന്നിട്ട് തന്നെ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ സ്വിച്ചിങ് എന്ന് പറഞ്ഞ സാധനം CPU എക്സിക്യൂഷൻ ടൈമിൽ ഇങ്ങനെ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ആക്ച്വലി ഇവിടെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്, നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനാണ് നമ്മൾ മൾട്ടി ടാസ്കിങ് എന്ന് പറയുക. കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ്, whenever a CPU switching happens, the current context of execution should be saved to retrieve it later point of time when CPU execute the process. അതായത് ഇപ്പം പ്രസൻ്റ്ലി ഒരു പ്രോസസ്സ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ എന്ത് ചെയ്യും, സേവ് ചെയ്യും. എന്തിനാണ് സേവ് ചെയ്യുന്നത്, അത് നെക്സ്റ്റ് പ്രോസസ്സറിനകത്തേക്ക് സ്വിച്ച് ചെയ്യുമ്പം അല്ലെങ്കിൽ നെക്സ്റ്റ് ജോബിനകത്തേക്ക് സ്വിച്ച് ചെയ്യുമ്പം സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഇതിനെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, റിട്രീവ് ചെയ്യേണ്ടി വരും. അതിന് വേണ്ടി ഇതിനെ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം സേവ് ചെയ്യണം. അപ്പോൾ അതാണ് ആക്ച്വലി കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് എന്ന് പറയുന്നത്.
which is interrupted currently due to execution switching. എക്സിക്യൂഷൻ സ്വിച്ചിങ്ങിനിടയ്ക്ക് ഒരു പ്രോസസ്സിനകത്ത് രണ്ടാമത്തെ പ്രോസസ്സിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ പ്രോസസ്സ് എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് സേവ് ചെയ്യേണ്ടി വരും. എന്തിനാണ് സേവ് ചെയ്യുന്നത്? ടു റിട്രീവ് ഇറ്റ് അറ്റ് എ ലേറ്റർ പോയിൻ്റ് ഓഫ് ടൈം വെൻ CPU എക്സിക്യൂട്ട് ദി പ്രോസസ്സ്. അപ്പം സെക്കൻഡ് പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ പ്രോസസ്സിനകത്തേക്ക് സ്വിച്ച് ചെയ്ത് വരാൻ അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്ത് വരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് എന്ത് ചെയ്യേണ്ടി വരും, അപ്പോൾ അതിൻ്റെ കോണ്ടെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, സേവ് ചെയ്യേണ്ടി വരും. ഇത് കോണ്ടെക്സ്റ്റ് സേവിങ് ആൻഡ് റിട്രീവൽ ഈസ് എസെൻഷ്യൽ ഫോർ resuming a process exactly from the point where it was interrupted due to the CPU switching. അപ്പോൾ ആക്ച്വലി കോണ്ടെക്സ്റ്റ് സേവിങ്ങും കോണ്ടെക്സ്റ്റ് റിട്രീവലും എസെൻഷ്യലാണ് എന്തിന്, ഒരു പ്രോസസ്സറിനകത്ത് നിന്ന് വേറൊരു പ്രോസസ്സറിനകത്തേക്ക് CPU സ്വിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സാക്ട്ലി എവിടെയാണോ സ്വിച്ച് ചെയ്യുന്നത് സ്വിച്ച് ചെയ്തിട്ട് അവിടെ തന്നെ തിരിച്ച് വരണമെന്നുണ്ടെങ്കിൽ we should need context saving and retrieval. The act of switching CPU among the process or changing the current execution context is known as context switching. ഇപ്പോൾ ഒരു ഇതിനകത്ത് നിന്ന് CPU സ്വിച്ച് ചെയ്യുക among the process or changing the current execution context is known as context switching. ഒരു സാധനത്തിനകത്ത് ഒരു പ്രോസസ്സിനകത്ത് ഓരോന്നിനകത്തേക്ക് CPU സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് എന്ന് പറയും. കോണ്ടെക്സ്റ്റ് സേവിങ്, the act of saving current context which contains the context details of the currently running process at the time of CPU switching is known as context saving. ഒരു കോണ്ടെക്സ്റ്റിനകത്ത് നിന്ന് വേറെ കോണ്ടെക്സ്റ്റിനകത്തേക്ക് CPU സ്വിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്വിച്ച് ചെയ്യാൻ പോകുന്നതിന് മുമ്പേ കറണ്ട് കോണ്ടെക്സ്റ്റ് സേവ് ചെയ്യുക, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ സേവ് ചെയ്യുക. എന്തിനാണ്, നെക്സ്റ്റ് കോണ്ടെക്സ്റ്റിനകത്തേക്ക് പോയിട്ട് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ അതിന് ഡീറ്റെയിൽസൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, സേവ് ചെയ്യണം. അതിനാണ് കോണ്ടെക്സ്റ്റ് സേവിങ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതൊക്കെ ഇൻട്രപ്റ്റിനെ പോലെ തന്നെ നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുന്നല്ലേ, കറണ്ട് IP എന്ന് പറഞ്ഞ സാധനം നമ്മൾ എന്ത് ചെയ്യും, ഇൻസ്ട്രക്ഷൻ പോയിൻ്റ് നമ്മൾ എന്ത് ചെയ്യും, സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യും. അതേപോലെ തന്നെ കോണ്ടെക്സ്റ്റ് റിട്രീവൽ, ദി പ്രോസസ് ഓഫ് റിട്രീവിങ്. അപ്പോൾ സെക്കൻഡ് പ്രോസസ്സ് ആദ്യം ഒരു കോണ്ടെക്സ്റ്റിനകത്ത് നിന്ന് ജമ്പ് ചെയ്ത് സെക്കൻഡ് പ്രോസസ്സിനകത്തേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ സെക്കൻഡ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യത്തെ പ്രോസസ്സിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ത് ചെയ്യണം, റിട്രീവ് ചെയ്യണം. അത് നമ്മൾ നേരത്തെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അത് റിട്രീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പോസിബിളാണ്, പഴയ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാൻ നമുക്ക് പോസിബിളാണ്. മൾട്ടി ടാസ്കിങ് ഇൻവോൾവ്സ് കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ്, കോണ്ടെക്സ്റ്റ് സേവിങ് ആൻഡ് കോണ്ടെക്സ്റ്റ് റിട്രീവൽ. കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ്ങും കോണ്ടെക്സ്റ്റ് സേവിങ്ങും കോണ്ടെക്സ്റ്റ് റിട്രീവലും നമുക്ക് ഇതിനകത്ത് പോസിബിളാണെന്നല്ല ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, ഈ മൾട്ടി ടാസ്കിനകത്ത് ചെയ്യുന്നുണ്ട്. ദെൻ ടൈപ്പ് ഓഫ് മൾട്ടി ടാസ്കിങ്, ഏതൊക്കെ ടൈപ്പാണുള്ളത്? മൾട്ടി ടാസ്കിങ് ഇൻവോൾവ്സ് ദി സ്വിച്ചിങ് ഓഫ് എക്സിക്യൂഷൻ among മൾട്ടിപ്പിൾ ടാസ്ക് ഡിപ്പെൻഡിങ് അപ്പോൺ ഹൗ സ്വിച്ചിങ് ആക്ട് ഈസ് ഇംപ്ലിമെൻറ്റഡ്. മൾട്ടി ടാസ്കിങ് എന്ന് പറഞ്ഞ സാധനം പല രീതിയിലുണ്ട്. ദാറ്റ് ഇൻവോൾവ്സ് സ്വിച്ചിങ് ഓഫ് എക്സിക്യൂഷൻ among മൾട്ടിപ്പിൾ ടാസ്ക്. മൾട്ടിപ്പിൾ ടാസ്കിങ് എന്ന് പറഞ്ഞാൽ മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്ന സാധനം ആക്ച്വലി എന്ത് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, സ്വിച്ചിങ് ഓഫ് എക്സിക്യൂഷൻ among മൾട്ടിപ്പിൾ ടാസ്ക് ഡിപ്പെൻഡിങ് അപ്പോൺ ഹൗ ദി സ്വിച്ചിങ് ഈസ് ഇംപ്ലിമെൻറ്റഡ്. എങ്ങനെയാണ് ഒരു പ്രോസസ്സിനകത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു ടാസ്കിനകത്ത് വേറൊന്നിനകത്തേക്ക് സ്വിച്ച് ചെയ്യുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മൾട്ടി ടാസ്കിങ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഡിഫറെൻറ്റ് ടൈപ്സ്. കോഓപ്പറേറ്റീവ് മൾട്ടി ടാസ്കിങ്, പ്രിയംപ്റ്റീവ് മൾട്ടി ടാസ്കിങ്, നോൺ പ്രിയംപ്റ്റീവ് മൾട്ടി ടാസ്കിങ്. Cooperative multitasking. Cooperative multitasking is the most primitive form of multitasking in which a task or process gets a chance to execute only when the currently executing task process voluntarily relinquishes the CPU. അത് ഒരു പ്രോസസ്സ് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അടുത്ത പ്രോസസ്സിന് എന്ത് കിട്ടുള്ളൂ, CPU ടൈം കിട്ടുള്ളൂ. അപ്പോൾ അതിനാണ് നമ്മൾ കോഓപ്പറേറ്റീവ് മൾട്ടി ടാസ്കിങ് എന്ന് പറഞ്ഞത്. അതായത് ഒരു ടാസ്ക് അത് സ്വന്തമായിട്ട് റിലിങ്ക്വിഷ് ചെയ്യുക, CPU ടൈം റിലിങ്ക്വിഷ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, നെക്സ്റ്റ് ടാസ്കിന് എക്സിക്യൂഷൻ ടൈം കിട്ടുള്ളൂ. ഇൻ ദിസ് മെത്തഡ് എനി ടാസ്ക് ഓർ പ്രോസസ് ക്യാൻ ഹോൾഡ് CPU ആസ് മച്ച് ആസ് ടൈം ഇറ്റ് വാണ്ട്. ഒരു ടാസ്കിനോ അല്ലെങ്കിൽ ഒരു ജോബിനോ പ്രോസസ്സിനോ എത്ര നേരം വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, CPU ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. അത് എപ്പോഴാണോ കംപ്ലീറ്റ് ചെയ്തു അല്ലെങ്കിൽ CPU ടൈം റിലിങ്ക്വിഷ് ചെയ്യുന്നത് അപ്പോൾ മാത്രമേ നെക്സ്റ്റ് ജോബിന് എന്ത് കിട്ടുള്ളൂ. ദിസ് ടൈപ്പ് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ ഇൻവോൾവ്സ് ദി മെർസി ഓഫ് ടാസ്ക് ഈച്ച് അതർ ഫോർ ഗെറ്റിംഗ് ദി CPU ടൈം ഫോർ എക്സിക്യൂഷൻ. ഇതിനകത്ത് നെക്സ്റ്റ് ജോബിന് ടൈം കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ജോബ് ഒരു ദയ കാണിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. ഇത്ര എഫിഷ്യൻ്റ് ആയിട്ടുള്ളതല്ല
ഇത് മൾട്ടിടാസ്കിൻ്റെ ഒരു റൂഡിമെൻ്ററി ഫോം ആയിരുന്നു ഇത്. ഇഫ് ദി കറൻ്റ്ലി എക്സിക്യൂട്ടിംഗ് ടാസ്ക് ഈസ് നോൺ കോപ്പറേറ്റീവ്, ദി അതർ ടാസ്ക് മേ ഹാവ് ടു വെയിറ്റ് ഫോർ എ ലോങ് ടൈം ടു ഗെറ്റ് ദി CPU. അപ്പോൾ ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് യാതൊരു രീതിയിലും കോപ്പറേറ്റ് ചെയ്യാത്തൊരു ടാസ്ക് ആണെന്നുണ്ടെങ്കിൽ the second job may have to wait a long time for the CPU. Next is preemptive multitasking. Preemptive multitasking ensures the every task or process gets a chance to execute. അപ്പോൾ പ്രിയംറ്റീവ് മൾട്ടിടാസ്കിങ്ങിനകത്ത് എല്ലാ ടാസ്കിനും എന്ത് കിട്ടും, ഒരു നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. അത് CPU എക്സിക്യൂഷൻ അല്ലെങ്കിൽ CPUവിൻ്റെ ടൈം കിട്ടും എന്നുള്ളത് നമുക്ക് ഒരേപോലെ കിട്ടുമെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻഷുർ ചെയ്യാൻ പറ്റും. when and how much time a process gets dependent on the implementation have the preemptive measure. എപ്പം കിട്ടും, എപ്പം CPUവിൻ്റെ ടൈം കിട്ടും, എത്ര ടൈം കിട്ടും എന്നൊക്കെ നേരത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസൈഡ് ചെയ്യാൻ പറ്റും പ്രിയംറ്റീവ് മൾട്ടിടാസ്കിങ്ങിനകത്ത്. ആക്ച്വലി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രിയംറ്റീവ് മൾട്ടിടാസ്കിങ്ങിനകത്ത് ഓരോ പ്രോസസ്സിനും നേരത്തെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാകും, ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാകും. ഫസ്റ്റ് ടൈമിൽ ഇത്ര, സെക്കൻഡ് ടൈമിൽ ഇത്ര, സെക്കൻഡ് ടാസ്ക് ടൈമിൽ അതായത് ഫസ്റ്റ് സ്ലോട്ടിൽ ഇന്ന ടാസ്ക്, സെക്കൻഡ് സ്ലോട്ടിൽ ഇന്ന ടാസ്ക്, തേർഡ് ഇതിനകത്ത് ഇങ്ങനെ ഒക്കെ പറഞ്ഞിട്ട് നേരത്തെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാകും, ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാകും. ഇൻ പ്രിയംറ്റീവ് മൾട്ടിടാസ്കിംഗ് ദി കറൻ്റ്ലി റണ്ണിങ് ടാസ്ക് ഈസ് പ്രിയംപ്റ്റഡ് ടു ഗിവ് എ ചാൻസ് ടു അതർ ടാസ്ക്. അതെന്ത് ചെയ്യും വെച്ച് കഴിഞ്ഞാൽ പ്രിയംപ്റ്റ് ചെയ്യും, അതെന്ത് ചെയ്യും, നേരെ സെക്കൻഡ് ടാസ്കിനകത്തേക്ക് സ്വിച്ച് ചെയ്യും. ദി പ്രിയംപ്ഷൻ ഓഫ് ടാസ്ക് മേ ബി ബേസ്ഡ് ഓൺ ടൈം സ്ലോട്ട് ഓർ ടാസ്ക് പ്രോസസ് പ്രയോറിറ്റി. രണ്ട് രീതിയിലാണ് പ്രിയംഷൻ എന്ന് പറയുന്ന സാധനം. ഒരു ടാസ്കിനകത്ത് നിന്ന് വേറെ ടാസ്കിനകത്തേക്ക് പോകുന്നത് ഒന്നുകിൽ ടൈം സ്ലൈസിനെ ബേസ് ചെയ്തായിരിക്കും. അതിലത്തിന് നമുക്ക് ഈക്വലായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ടൈം സ്ലൈസ് ചെയ്യും. 1 millisecond ആണെങ്കിൽ 1 millisecond. അപ്പോൾ ഫസ്റ്റ് ജോബിന് 1 millisecond കിട്ടും. 1 millisecond കഴിഞ്ഞുകൂടെ തന്നെ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇല്ലെങ്കിലും സെക്കൻഡ് ജോബിന് കിട്ടും. സെക്കൻഡ് ജോബിന് 1 millisecond കഴിഞ്ഞുകൂടെ തന്നെ തേർഡ് ജോബിന് കിട്ടും. അതാണ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പ്രയോറിറ്റി, പ്രോസസ്സറിൻ്റെ പ്രയോറിറ്റി, ഹയസ്റ്റ് പ്രയോറിറ്റിയിൽ ആദ്യം എന്ത് ചെയ്യും, കംപ്ലീറ്റ് ചെയ്യും. അതിനേക്കാൾ ഹയസ്റ്റ് പ്രയോറിറ്റി അല്ല, പിന്നെ അതിനേക്കാൾ പ്രയോറിറ്റി കുറഞ്ഞ സാധനം നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഈ രീതിയിലാണ് പ്രിയംറ്റീവ് മൾട്ടിടാസ്കിംഗ് എന്ന് പറയുന്നത്. നോൺ പ്രിയംറ്റീവ് മൾട്ടിടാസ്കിംഗ് എന്ന് പറഞ്ഞാൽ ഇൻ നോൺ പ്രിയംറ്റീവ് മൾട്ടിടാസ്കിംഗ് ദി പ്രോസസ് ഓഫ് ടാസ്ക് ഈസ് കറൻ്റ്ലി ടാസ്ക് വിച്ച് ഈസ് കറൻ്റ്ലി ഗിവൺ ഇൻ ദി CPU ടൈം ഈസ് അലൗഡ് ടു എക്സിക്യൂട്ട് അണ്ടിൽ ഇറ്റ് ടെർമിനേറ്റ്സ് ഓർ എൻഡേഴ്സ് എ ബ്ലോക്ക് ഓർ വേസ്റ്റേജ്. അപ്പം ഫസ്റ്റ് ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്ന കഴിഞ്ഞാൽ മാത്രമേ മറ്റേത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ടാസ്ക് ഒന്നിക്ക് ബ്ലോക്ക് സ്റ്റേറ്റിലോ വെയിറ്റ് സ്റ്റേറ്റിലോ പോയി കഴിഞ്ഞാൽ മാത്രം നെക്സ്റ്റ് ടാസ്കിന് എന്ത് ചെയ്യും, CPU എക്സിക്യൂട്ട് ചെയ്യാനുള്ള ടൈം കിട്ടും. ഓക്കെ, അതിനാണ് നോൺ പ്രിയംറ്റീവ് മൾട്ടിടാസ്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ.